ഹലോ അസ്സലാമലൈക്കും. പരിപ്പ് വട ഇഷ്ടപ്പെടാതെ ആരാണുള്ളത് അല്ലേ? എല്ലാവർക്കും പരിപ്പ് വട ഇഷ്ടമല്ലേ? അപ്പോൾ മസാല പരിപ്പ് വട ആയാലോ അതിലേറെ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റോട് കൂടി മസാല പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പ്, അങ്ങനെ 1/4 കപ്പ് നമ്മൾ കടലക്ക പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഞാനിതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ച്. നമ്മൾ പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് വെള്ളമൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ പരിപ്പ് അരക്കാത്ത തന്നെ അരക്കാതെ തന്നെ മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂണ് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്ന പരിപ്പ് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ച് കൊണ്ടുവരുന്നതിന് മുമ്പിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള പരിപ്പിൽ നിന്ന് പകുതി പരിപ്പ് ആദ്യം തന്നെ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് പകുതി പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വറ്റൽ മുളകാണ്. 4 വറ്റൽ മുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണ് പെരിഞ്ജീരകമാണ്. ചെറിയ ജീരകമല്ല, വലിയ ജീരകം, പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ ഒരു 4 ഗ്രാമ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ഗ്രാമും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ പരിപ്പൊക്കെ നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി വെച്ച പരിപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ച് വരാം. നല്ലതുപോലെ മഷി പോലെ ഇങ്ങനെ ആയിട്ട് പേസ്റ്റ് പോലെയായിട്ട് അരക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു തരിതരിപ്പായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. നമ്മൾ പരിപ്പൊക്കെ ഞാൻ മൊത്തത്തിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ പരിപ്പൊക്കെ കംപ്ലീറ്റ് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നമ്മൾക്ക് അരക്കാതെ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്ന ഒരു 4 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും അതേപോലെ ഒരു വലിയ ഉള്ളിയാണ് പൊടിയായി അരിഞ്ഞതും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു ചെറിയ വെളുത്തുള്ളിയാണ്, ഒരു 4 വെളുത്തുള്ളി, അതും പൊടിയായി അരിഞ്ഞതും അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പില ഇതേപോലെ നുറുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നു പോയത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം തന്നെ നല്ലോണം മിക്സാക്കി ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതിന് വേണ്ടി ഞാനൊരു അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മളിപ്പോൾ വട ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചീഞ്ചട്ടിയിൽ പിടിക്കുന്ന രൂപത്തിൽ നമുക്ക് നമ്മൾ വട ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 വശവും നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം. നമ്മൾ വടയൊക്കെ നല്ലതുപോലെ തന്നെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഗ്യാസൊക്കെ നല്ലതുപോലെ കുറച്ച് കൊടുത്തിട്ട് വേണം, ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് വേണം വട ഫ്രൈ ആക്കിയിട്ടെടുക്കാൻ. പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് ഉൾഭാഗം വേവാണ്ടാവും. അതാണ് നമ്മൾ വടയൊക്കെ ഞാൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് എൻ്റെ വട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം, അതേപോലെ ലൈക്ക് തരണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്ന് എൻ്റെ കൂടെ ഈ വട തിന്നാൻ വേണ്ടി ഒരാളും കൂടി ഉണ്ട്. ഞാൻ വട ഉണ്ടാക്കുമ്പം തന്നെ എൻ്റെ അടുത്തിരുന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ആരുമല്ല, എൻ്റെ മോളാണ്, ആയിഷ എന്നാണ് പേര്. അവൾക്ക് വട വേണമെന്നും പറഞ്ഞ് അവൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞാനിത് അടുത്തന്നെ ഞാൻ കസേരയൊക്കെ ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ മോൾ എൻ്റെ വീഡിയോയിലേക്ക് വരുന്നത്. ഇനി അവൾക്ക് ഞാൻ വട കൊടുക്കട്ടെ. വടയും ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമലൈക്കും. താങ്ക് യു.